ആൾസോ എന്നുള്ളത് ഇംഗ്ലീഷിൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വാക്കാണ്. ആൾസോ എന്ന് ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ സുഗമമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഐ ആൾസോ കം വിത്ത് യു എന്ന് പറഞ്ഞാൽ ഞാനും നിൻ്റെ കൂടെ വരുന്നു, ഞാനും കൂടെ എന്നാണ് ആൾസോ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥമാക്കുന്നത്. ഐ ലൈക്ക് ടീ, ആൾസോ ഐ ലൈക്ക് കോഫി. എനിക്ക് ചായ ഇഷ്ടമാണ്, അതുപോലെ തന്നെ എനിക്ക് കോഫിയും ഇഷ്ടമാണ്. അതുപോലെ ഷീ ഈസ് കമ്മിങ് ആൻഡ് ഐ ആം ആൾസോ കമ്മിങ് എന്ന് പറഞ്ഞാൽ അവൾ വരുന്നു, കൂടെ ഞാനും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ്സ് ചീപ്പ്, ആൾസോ വെരി ഗുഡ് എന്ന് വെച്ചാൽ അത് വളരെ ചീപ്പാണ്, പക്ഷേ അതോടൊപ്പം തന്നെ വളരെ നല്ലതുമാണ്. ഈ രീതിയിലും അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഹീ വർക്ക്സ് ആൻഡ് ആൾസോ സ്റ്റഡീസ് അറ്റ് നൈറ്റ്. ഹീ വർക്ക്സ്, അദ്ദേഹം ജോലി ചെയ്യുന്നു, ആൾസോ സ്റ്റഡീസ് അറ്റ് നൈറ്റ്, അവൻ രാത്രി പോയിട്ട് പഠിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ജോലിയും ചെയ്യുന്നു, പഠിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ആൾസോ എന്ന് വെച്ചിട്ട് അതും കൂടെ, പഠനവും കൂടെ കൂടെ കൊണ്ടുപോകുന്നു എന്ന അർത്ഥത്തിലാണ്. ഹീ വർക്ക്സ് ആൻഡ് സ്റ്റഡീസ് അറ്റ് നൈറ്റ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആൻഡ് ശേഷം ആൾസോ എന്ന് ചേർക്കുന്നു. ഹീ വർക്ക്സ് ആൻഡ് ആൾസോ, അതും കൂടെ അവൻ ചെയ്യുന്നുണ്ട്, ആൾസോ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഐ വാണ്ട് ടു കം ആൾസോ എന്ന് പറഞ്ഞാൽ ഐ വാണ്ട് ടു കം ആൾസോ എന്ന് വളരെ ചുരുങ്ങിയ സംഭാഷണം ഉപയോഗിക്കാറുണ്ട്. ഞാനും വരണം, എനിക്കും വരണം എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ആൾസോ എന്ന് വെച്ചാൽ കൂടെ എന്നൊക്കെയാണ്, അതും കൂടെ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആൾസോ ഉപയോഗിച്ചുകൊണ്ട് ട്രെയിൻ ചെയ്യുക, സംസാരിക്കുക.